നമുക്കൊരു പ്രയർ ചെയ്ത് തുടങ്ങാം. To the universal supreme God, divine Father, divine Mother, to my spiritual teacher, to all the spiritual teachers, to our beloved teacher, Guru Grandmaster Chua, Lord Mahaguruji Miri, to all the holy gurus, all the holy masters, all the saints, archangels, holy angels, spiritual helpers, we thank you for your blessings, for divine light, wisdom, discernment, divine love, for warmness, sweetness, compassion to all, divine power, goodwill, and the will to do good. With gratitude, respect, love, we thank you, thank you, thank you. ആത്മ നമസ്തേ. നിങ്ങൾ സക്സസ്ഫുൾ 2025 എന്നുള്ള പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ. അല്ലെങ്കിൽ അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മളൊന്നും കൂടെ ആവർത്തിച്ച് പറയുന്നതും ആയിരിക്കും ഈ സെഷൻ. സോ ഈ സെഷൻ ഇന്നർ റിഫ്ലക്ഷൻ ആൻഡ് ഫേം റെസൊല്യൂഷനെ കുറിച്ചുള്ളതാണ്. നമ്മളിതിനു മുമ്പ് സക്സസ്ഫുൾ 2025 എന്നുള്ള പ്രോഗ്രാമിൽ നമ്മൾ വളരെ വിശദീകരിച്ച് പഠിച്ചൊരു കാര്യമാണ് മെഡിറ്റേറ്റ് ആൻഡ് ലേൺ ദ ലെസൺ. സോ അവിടെ നമ്മൾ മനസ്സിലാക്കി രോഗത്തിന് പല കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. നമുക്ക് രോഗം ഉണ്ടെങ്കിൽ അതിന് ഒരു ഫിസിക്കൽ ഫാക്ടർ ഉണ്ട്, ഒരു ഭൗതികമായിട്ടുള്ളൊരു കാരണമുണ്ട്, ഒരു ഘടകമുണ്ട് ആ രോഗത്തിന്. അതേപോലെ അതിനൊരു എത്തറിക് ഫാക്ടർ ഉണ്ട്, ഒരു എത്തറിക് റീസൺ ഉണ്ട്, ഊർജ്ജ തലത്തിൽ അതിനൊരു കാരണമുണ്ട്. അതിനൊരു ഇമോഷണൽ റീസൺ ഉണ്ട്, വൈകാരികമായൊരു കാരണമുണ്ട്. അതിനൊരു മാനസിക കാരണമുണ്ട്, അതിനൊരു മനോതലത്തിൽ അല്ലെങ്കിൽ മാനസിക തലത്തിലൊരു കാരണമുണ്ട്. അതിന് കാർമിക് ആയിട്ടൊരു കാരണമുണ്ട്, കാർമിക് ഫാക്ടർ, ഒരു കർമ്മ ഘടകമുണ്ട് അതിൻ്റെ. അത് നമ്മൾ വിശദീകരിച്ചതാണ്. സോ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കണം. സോ നിങ്ങൾ നോക്കുക, ഒരു എത്രിക് പ്രോബ്ലം മാത്രമാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ എന്തോ ഒരു ഡേറ്റി എനർജി നിങ്ങളുടെ ഓറയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ബോഡിയിലേക്ക് അട്രാക്റ്റഡ് ആയി, നിങ്ങളുടെ എനർജി ബോഡിയിൽ ഒരു ഡേറ്റി എനർജിയുടെ സാന്നിധ്യം വന്നു. ഇത് ഒരു എത്രിക് റീസൺ മാത്രമാണ്. സോ ഇത് അത്ര സിവിയർ ആവാനുള്ള ചാൻസ് ഇല്ല. കാരണം നിങ്ങളുടെ എത്രിക് ബോഡി നല്ല ഹെൽത്തി ആണെങ്കിൽ ഉടനെ തന്നെ അത് അതിനെ പുറന്തള്ളി കളയും. സോ അത് ഫിസിക്കലി മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് നിങ്ങളുടെ ബോഡി അതിനെ പുറന്തള്ളി കളഞ്ഞിട്ടുണ്ടാവും. ഈവൻ ചില കേസിൽ അതൊരു വൈകാരിക കാരണമാണെന്ന് വിചാരിക്കുക, ഇമോഷണൽ പ്രോബ്ലം ആണെന്ന് വിചാരിക്കുക. അത് നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് മാറുമ്പോൾ അത് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. പിന്നെ നമുക്കതിനൊരു പരിധി വരെ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കും. മാനസിക കാരണങ്ങളാണെങ്കിലും നമ്മളത് കണ്ടെത്തി നമുക്ക് കൂടുതൽ അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നൊക്കെ നമുക്ക് വിട്ടു നിൽക്കാനൊക്കെ സാധിക്കുമ്പോഴും അത് മാറും. ഇനി ഇതെല്ലാം ഉണ്ടെങ്കിലോ ഇത് എത്ര മുകളിലേക്ക് പോകുന്നോ, അതായത് ഫിസിക്കൽ റീസൺ ആണ് നമുക്ക് ഫിസിക്കലി മാറ്റം. അപ്പോൾ ഒരു ഡേട്ട് നിങ്ങളുടെ ബോഡിയിൽ എവിടെയും വന്നതാണ്, ആ ഡേട്ട് നിങ്ങൾക്ക് കഴുകിക്കളയാം. എന്ത് രോഗാണുബാധയാണെങ്കിൽ നിങ്ങൾക്ക് അത് ആന്റിസെപ്റ്റിക് ലോഷൻ ഉപയോഗിച്ച് കഴുകി, അല്ലെങ്കിൽ നിങ്ങൾ അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഫിസിക്കലി അത് മാറി. എത്തറിക് ബോഡിയിലാണെങ്കിൽ നിങ്ങൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാറി. ഇത് എത്ര തരം സൂക്ഷ്മതയിലേക്ക് പോകുന്നോ, സൂക്ഷ്മമായിട്ടുള്ള കാരണങ്ങളിലേക്ക് പോകുന്നോ, അത്ര കണ്ട് അത് സിവിയർ ആയിട്ട് നമ്മളെ ബാധിക്കാൻ തുടങ്ങും. വൈകാരികമായിട്ടുള്ളൊരു കാരണമാണെങ്കിൽ മേ ബി എത്രിക് റീസണേക്കാളും കുറച്ചും കൂടെ ഡെപ്തിൽ അത് നമ്മളെ സ്വാധീനിക്കും. മാനസിക കാരണമാണെങ്കിൽ കുറച്ചുകൂടെ ഡെപ്തിലായിരിക്കും. ഇനി അത് കർമ്മഫലമായിട്ടുള്ളതാണെങ്കിലോ അത് കുറച്ചുകൂടെ ഡെപ്തിൽ നമ്മളെ സ്വാധീനിക്കും. ഇനി കർമ്മഫലമായിട്ടുള്ള ഒരു കാരണമാണെന്ന് വിചാരിക്കുക. കർമ്മഫലമായിട്ട് നമ്മളൊരു സംഗതി നമ്മളെ ഭൗതിക ജീവിതത്തിൽ അനുഭവിക്കണം. ഭൗതിക ജീവിതത്തിൽ അത് അനുഭവിക്കണമെങ്കിലോ അതെങ്ങനെ കടന്നു വരണം? അത് മാനസിക തലത്തിലും വൈകാരിക തലത്തിലൂടെയും കടന്നു വന്നിട്ട് ഭൗതിക തലത്തിലെത്തണം. അപ്പൊ കർമ്മയാണ് അതിന്റെ കാരണം എന്നുണ്ടെങ്കിൽ അതിന്റെ സാന്നിധ്യം, അതിന് കാരണമായിട്ടുള്ള ഊർജത്തിന്റെ സാന്നിധ്യം അയാളുടെ മാനസിക ശരീരത്തിലും വൈകാരിക ശരീരത്തിലും ഊർജ ശരീരത്തിലും ഒക്കെ ഉണ്ടാവും. പലതരത്തിലുള്ള കാരണങ്ങളായിട്ട്. ഒരു ശാരീരിക രോഗമാണെങ്കിൽ അത് അവരുടെ ഭൗതിക ശരീരത്തിൽ പ്രകടാവുന്ന പോലെ തന്നെ ഊർജ ശരീരത്തിൽ അത് പ്രകടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസീസ്ഡ് എനർജി, പ്രസൻസ് ഓഫ് ഡിസീസ്ഡ് എനർജിയുടെ സാന്നിധ്യമായിട്ട് അത് പ്രകടാവും.
മേ ബി അത് അവരുടെ വൈകാരിക ശരീരത്തിൽ അത് കർമ്മയാണെന്നുണ്ടെങ്കിൽ അത് പ്രകടമാവാൻ പറ്റുന്ന തരത്തിലുള്ള വികാരങ്ങൾ പ്രകടമാക്കാൻ പറ്റുന്ന വൈകാരിക ശരീരമായിരിക്കും അവർ സൃഷ്ടിച്ചിട്ടുണ്ടാവും അവർക്ക് വേണ്ടി. അതിന് വേണ്ട ഘടകങ്ങളായിരിക്കും അവർ വൈകാരിക ശരീരത്തിന്റെ സൃഷ്ടിയുടെ സമയത്ത് ചുറ്റുപാടിൽ നിന്നും ആഗിരണം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ശരീരവും ഉറപ്പുവരുത്തും ഇയാള് ഈ സംഗതി അനുഭവിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മള് ഒരാൾക്ക് എന്തെങ്കിലും ശാരീരിക വൈകല്യം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ ആ വൈകല്യം ഉണ്ടാവും. ആ വൈകല്യത്തോടു കൂടി അയാൾ ജനിക്കുക. അപ്പൊ ആ വൈകല്യം അയാൾക്ക് സഫറിങ്സിന് കാരണം. അതേപോലെ ഏകദേശം അതേപോലെ അയാളുടെ വൈകാരിക ശരീരത്തിന്റെ നിർമ്മിതി ഈ കർമ്മ അനുഭവിക്കാൻ വേണ്ട രീതിയിലായിരിക്കും. അതേപോലെ തന്നെയാണ് മാനസിക ശരീരത്തിന്റെ. അപ്പൊ എന്താണ് കർമ്മഫലമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ തലത്തിലും, മാനസിക തലത്തിലും വൈകാരിക തലത്തിലും ഊർജ തലത്തിലും ഒക്കെ ഇത് പ്രകടമാവും. എല്ലാ തലത്തിലും ഇത് പ്രകടമാവും. ഇനി നമ്മളുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, എങ്ങനെ നമുക്ക് ഇതിനെ എല്ലാ തലത്തിലും നമുക്ക് ഇതിനെ റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ സുഖം പ്രാപിക്കാം, ആത്യന്തികമായിട്ടുള്ള സുഖം പ്രാപിക്കാം. ഒരു കർമ്മ ഇരിക്കുന്നുണ്ട്. നിങ്ങളിവിടെ എത്രയും ബോഡി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് റീസ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവിടെ എനർജി ഒന്നുമില്ല, ഹീലായി. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും അസുഖം വരുന്നു. എന്താ കാരണം? മേ ബി ഇമോഷണൽ. അപ്പൊ അത് കുറച്ചും കൂടെ അടുത്ത സട്ടിൽ തലത്തിലാണ് അതിന്റെ കാരണം. അത് ക്ലീൻ ചെയ്യണം. എന്നിട്ടും മാറുന്നില്ല. എന്തായിരിക്കും കാരണം? മേ ബി മെന്റൽ, മാനസിക കാരണമായിരിക്കാം. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. പനി സൈക്കോതെറാപ്പിയും മറ്റു കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണം. ദെൻ മേ ബി കാർമിക്, കുറച്ചും കൂടെ ഡെപ്തിലായിരിക്കും, കുറച്ചും കൂടെ സട്ടിലായിട്ടുള്ള കാരണമായിരിക്കും. അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യണം? അല്ലെങ്കിൽ ഇങ്ങനെ കാർമിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ കിടക്കുമ്പോൾ ഈ ഘടകങ്ങളിലൊക്കെ തന്നെ എന്തുണ്ടാവും? ആ പ്രശ്നത്തിന്, ആ രോഗത്തിന് കാരണമായിട്ടുള്ള ഊർജം അല്ലെങ്കിൽ ആ പ്രശ്നത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഈ ഘടകങ്ങൾ, ഈ ശരീരങ്ങളിലൊക്കെ ഉണ്ടാവുകയും ചെയ്യും. സോ നമുക്കൊരു ഇത് നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത കാര്യമാണ്. എങ്ങനെ നമുക്ക് ഈ ഘടകങ്ങളൊക്കെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഘടകങ്ങളെല്ലാം തന്നെ നമുക്ക് മാറ്റിക്കൊണ്ട് ഈ നമ്മുടെ ഈ ഇഷ്യൂസിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പരിഹാരം നേടാമെന്നുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് കർമ്മ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഗ്രാൻഡ് മാസ്റ്റർ പറയുന്ന ഭാഗം മെഡിറ്റേറ്റ് ആൻഡ് ലേൺ ദ ലെസൺ എന്നാണ്. നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്താണ് മെഡിറ്റേറ്റ് ആൻഡ് ലേൺ ദ ലെസൺ. നോക്കൂ, മെഡിറ്റേറ്റ് ആൻഡ് ലേൺ ദ ലെസണിൽ എന്താണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തേണ്ടതെന്നുള്ളത്. ഇത് ഒരു ലൈവ് എക്സാമ്പിൾ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പലരും ചോദിച്ചിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഞാൻ അതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് എന്ന്. അതേപോലെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആക്ച്വൽ ഇഷ്യൂ അല്ലെങ്കിൽ പോലും വേറെ ആർക്കെങ്കിലും ഉള്ള ഒരു ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് അത് എന്താണ് ഇഷ്യൂ എന്ന് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടീസാണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നമ്മളെ എന്ത് പ്രോബ്ലംസ് ആണെങ്കിലും അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ 5 സദ്ഗുണങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തതാണ്. അല്ലെങ്കിൽ നമ്മളുള്ള ഈ എക്സസീവ്നെസ്, ലേസിനെസ്, സ്റ്റീലിംഗ്, ഇൻജൂറിയസ്നെസ്, ലൈയിങ്, ഇങ്ങനെയുള്ള 5 വൈകല്യങ്ങളാണ് അതിന്റെ കാരണം. എന്ത് പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതിന്റെ ആത്യന്തിക കാരണം ഈ 5 വൈകല്യങ്ങളാണ്. ഇതിൽ ഈ 5 വൈകല്യങ്ങളിൽ ഏതാണ് എന്റെ പ്രശ്നത്തിന് കാരണം എന്നുള്ളത് എങ്ങനെ കണ്ടെത്താം? ജസ്റ്റ് ഒരു ട്രയലാണ്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉദാഹരണം, ഒന്നെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ട് ഒരു പ്രാക്ടീസിന് വേണ്ടി എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ചോദിക്കുക. നമുക്ക് ചോദിക്കാൻ സാറ് ചോദിക്കും. സുരേഷ് സാറല്ലേ ചോദിക്കുക? പറഞ്ഞു മ്യൂട്ടായി സാർ. സാർ, എന്റെ ഇപ്പോഴത്തെ ഈ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാ അതിന്റെ റീസൺ കണ്ടെത്തുന്നത്? ഫിസിക്കൽ കണ്ടീഷന് ഇംപ്രൂവ് ചെയ്യാനുള്ള റീസൺ എന്താണെന്നുള്ളത് അല്ലേ? ഓക്കെ. സോ എന്താണ് പഠിക്കേണ്ടത്? നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഓക്കെ. സോ നമ്മൾ എക്സാക്ട്ലി നമ്മൾ എന്താണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക. എന്താണ് നമ്മൾ ഇപ്പോഴ് അനുഭവിക്കുന്നത് എന്നുള്ളത്. എന്തായിരിക്കും നമുക്കൊരു അസുഖമോ കാര്യമോ വന്നത് വഴി നമ്മൾ ബുദ്ധിമുട്ടുന്നത് എന്താണെന്ന് നോക്കുക. അതാണ് ശരിക്കും നമ്മൾ വിതച്ചത്. ഇന്നബിലിറ്റി ടു മൂവ്. നമുക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്.
സഞ്ചരിക്കാനോ നടക്കാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. സോ നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഏതെങ്കിലും ഇത് മെയിൻലി ഏത് വെർച്യു ആയിരിക്കും എന്നുള്ളത് അറിയാം അല്ലേ? സാർ ഇത് ഏത് വെർച്യു ആയിട്ട് കണക്ട് ആയിട്ടുള്ളതായിരിക്കും എന്ന് അറിയാൻ പറ്റില്ലേ? ഓക്കെ, സോ തീർച്ചയായിട്ടും നല്ലൊരു ഭാഗവും ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി എന്നുള്ള വെർച്യു ആവാം. ഇനി നോക്കൂ, നിങ്ങൾ സാറ് പറഞ്ഞൊരു ഉദാഹരണം, നമുക്ക് മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മൾ എവിടെയോ നമ്മൾ ഒരു ഫ്രീഡം, നമുക്കുള്ള ഒരു ഫ്രീഡം നഷ്ടപ്പെടുകയാണ്. നമുക്ക് ഒരു എന്താ പറയാ, ചില കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ശരിക്കും അതൊരു സ്വാതന്ത്ര്യം തന്നെ, ഒരു ഭൗതിക സ്വാതന്ത്ര്യം തന്നെയാണ് ശരിക്കും നമുക്ക് അതിൽ നിന്ന് നഷ്ടപ്പെടുന്നത്, മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഓക്കെ, സോ ഈവൻ കർമ്മയാണെങ്കിൽ നമ്മളത് എന്തായിരിക്കും വിതച്ചിട്ടുണ്ടാവുക? നമ്മൾ ഏതോ ഒരു പ്രവൃത്തി ആർക്കെങ്കിലും, നമ്മൾ നേരിട്ടോ അല്ലാതെയോ നമ്മളുടെ ഏതോ ഒരു പ്രവൃത്തി വേറൊരാൾക്ക് അവരുടെ സ്വതന്ത്രമായ മൂവ്മെന്റിന് തടസ്സമായിട്ട് വന്നിട്ടുണ്ടാവാം, കർമ്മഫലമായിട്ട് വരികയാണ്. ഞാനിത് പറയുന്നത് ഇത് തന്നെയാണ് കാരണം എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു ഉദാഹരണമാണ്. നമ്മൾ എന്താണോ വിതച്ചത് അതാ നമ്മൾ കൊയ്യാ പറയാം. അപ്പൊ നമ്മൾ എന്താ വിതച്ചത് എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? എന്താ നമ്മൾ കൊയ്യുന്നത് നോക്കിയാൽ മതി. നെല്ലാണ് കൊയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 100% ഉറപ്പാണ് നമ്മൾ നെല്ലാണ് വിതച്ചത്. അപ്പൊ അതിന്റെ ഫലം എന്നാ പറയാം. ഫലം പറഞ്ഞാൽ റിസൾട്ട്. നമ്മൾ അതുവഴി ആത്യന്തികമായിട്ട് അത് നമ്മൾ എങ്ങനെയാ ബാധിച്ചത്, ആത്യന്തികമായിട്ട് നമ്മൾ എങ്ങനെ ബാധിച്ചോ അതാണ് നമ്മൾ വിതച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പക്ഷേ നമ്മളുടെ ഏതെങ്കിലും സംസാരത്തിലോ നമ്മുടെ ഇന്ററാക്ഷനിലോ നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തിയിലോ എവിടെയെങ്കിലും വേറൊരാളുടെ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അയാളുടെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനെയോ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രവണതകൾ നമ്മളിലുണ്ടെങ്കിൽ അതാണ് നമ്മൾ മാറ്റേണ്ടത്. അത് പലപ്പോഴും അത് ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം ഈ ലവിങ് കൈൻഡ്നസ്, വേണ്ടത്ര ലവിങ് കൈൻഡ്നസ് ഉള്ളപ്പോഴാണ് അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവുക. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്വാതന്ത്ര്യം കുറയും. ലവിങ് കൈൻഡ്നസ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ടാവും. ഹേറ്റഡ് ഉള്ളിടത്ത് ആങ്കറും ഹേറ്റഡും ഉള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. സോ ഇതാണ് കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്രീഡം ആണ് നമ്മൾ പോയി വിതയ്ക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഫ്രീഡം അല്ലെങ്കിൽ ഫ്രീഡം വിതയ്ക്കാത്തതാണ് അതിന്റെ കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഫോർഗീവ്നെസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട്. സോ ഫോർഗീവ്നെസ്സിലൂടെ നമ്മൾ മറ്റുള്ള ആളുകളെ നമ്മൾ ആന്തരികമായിട്ട് ഫ്രീ ആക്കും. ഇപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, നിങ്ങളെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് ചിന്തിക്കുകയാണ്, മോശമായിട്ട് നിങ്ങളോടുള്ള വിദ്വേഷം നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിച്ച് അവർ മെന്റലി നിങ്ങളിലേക്ക് ഒരു സൈക്കിക് അറ്റാക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിറ്ററലി നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ആ ദിവസം നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചോളുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എവിടെയും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആകെ എന്താ പറയാ, കെട്ടിയിട്ട അവസ്ഥയിലായിരിക്കും, ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. സോ പലപ്പോഴും ഈ ഹേറ്റഡ് നമ്മൾ ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെയാ പ്രകടമാവുക. അതിന്റെ കർമ്മ ഇങ്ങനെയായിട്ടായിരിക്കും പ്രകടമാവുക. ഇതിന്റെ അർത്ഥം 100% ഇങ്ങനെയല്ല, സാറ് ഇന്നതാണ് കാരണം, ഇതാണ് ഞാൻ ഇപ്പൊ ബുദ്ധിമുട്ടുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. സോ വെർച്യു ഏതാണ്? വെർച്യു കണ്ടെത്താനുള്ളത് ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി. സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വെർച്യു ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി. സോ അതിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഉണ്ട്. ആ ഡിഫറെന്റ് ആസ്പെക്ട്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതാണ് പറയുന്നത്. സുരേഷ് സാർ, ഓക്കെ. മറ്റാരെങ്കിലും ഉദാഹരണം പറയും? മറ്റാരെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി, നമുക്കൊന്ന് ഇങ്ങനെയൊന്നും അറിയാൻ വേണ്ടി. ഇതിലിപ്പോ നമ്മൾ കണ്ടെത്തിയിട്ട് ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി ആണ്. അറ്റാച്ച്മെന്റ് കൂടുന്നതിന് തെറ്റൊന്നുമില്ല. അറ്റാച്ച് ചെയ്യേണ്ടടുത്ത് കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നത് നല്ലത് തന്നെയാണ്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കൂടുതൽ അറ്റാച്ച്മെന്റ് ആണെങ്കിൽ അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇപ്പൊ നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്, പക്ഷെ അറ്റാച്ച്മെന്റ് വേണ്ട ആളോടല്ല,
അറ്റാച്ച്മെന്റ് പറയുന്ന ഒരു അൺഓതറൈസ്ഡ് പേഴ്സണോടാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട വെർച്യു ഹോണസ്റ്റി ആൻഡ് നോൺ ലൈങ് ആണ്. കാര്യം എന്താണെന്നറിയാം, നമുക്ക് ആക്യുറേറ്റ് ഇന്നർ പെർസെപ്ഷൻ ഇല്ല. ആരടുത്ത് എങ്ങനെ ആവണം, ക്ലാരിറ്റി ഇല്ല. ഓരോ ബന്ധങ്ങളിലുണ്ട്. ഓരോ ബന്ധങ്ങളും എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇതിന്റെ കാരണം. ക്ലാരിറ്റി ഇല്ലായ്മ കൃത്യമായിട്ട് നമുക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട ആൾക്കാരോട് അറ്റാച്ച്ഡ് ആവില്ല, അറ്റാച്ച്ഡ് ആവാൻ പാടില്ലാത്ത ആൾക്കാരോട് അറ്റാച്ച്ഡ് ആവും. ചെയ്യേണ്ടതല്ല ചെയ്യുക, ചെയ്യേണ്ടാത്തത് ചെയ്യും, ചെയ്യേണ്ടത് ചെയ്യില്ല. എന്താ കാരണം? ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇല്ലായ്മ. എവിടുന്ന ക്ലാരിറ്റി ഉണ്ടാവുക? ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ട വെർച്യു ഹോണസ്റ്റി ആൻഡ് നോൺ ലൈങ്. മറ്റൊരു ഉദാഹരണം പറയും. എന്തെങ്കിലും ഇത് നമുക്കൊരു നമസ്തേ. അതെ. ഇപ്പൊ ഫിസിക്കൽ ഇത് തന്നെ നോക്കിയാണെങ്കിൽ സോറിയാസിസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് കാരണം അതിന് സ്കിൻ റിലേറ്റഡ് ആണ്. അതില് വേദനയുണ്ട്, പക്ഷെ പല വേറെ ഇതുമുണ്ട്. അതില് വേദനയുണ്ട്, അതേപോലെ തന്നെ നമുക്ക് അത് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം വരും, വേറെ ആൾക്കാർ കാണുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാവും അല്ലെ? അതുണ്ട്. പിന്നെ അതിന്റെ ഇൻഫെക്ഷൻ മാതിരി അതിന്റെ എന്താ പറയാ, ഇൻഫെക്ഷൻ വരും. ഓക്കെ. കുറെ ചിലപ്പോ നല്ല ഇൻഫെക്ഷൻ കൂടി കഴിഞ്ഞാൽ ബാഡ് ഓർഡർ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. സോ ഒന്ന് പ്രധാനമായിട്ടും ഓക്കെ സാർ. ഓക്കെ. സോ ഇതിൽ ഒന്ന് പ്രധാനമായിട്ട് ഇഞ്ചുറി തന്നെ. നമുക്ക് അതുവഴി വേദന ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ ഇഞ്ചുറി വിതച്ചത് തന്നെയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ആരെയും ഇഞ്ചുറി വിതച്ചിട്ടില്ല, പക്ഷെ എന്തുണ്ട്, നമ്മൾ ഉള്ളിൽ എവിടെയോ ഇഞ്ചുറി വിതയ്ക്കാനുള്ള പ്രവണത ഉണ്ടെന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ അത്. നമ്മുടെ ഉള്ളിൽ എവിടെയോ ഇഞ്ചുറി വിതയ്ക്കാനുള്ള, വേദനിപ്പിക്കാനുള്ള പ്രവണത ഉണ്ടെന്നുള്ളതിന്റെ ഇൻഡിക്കേഷനാണ്. ആ പ്രവണത എടുത്ത് കളയണം, അത് പഠിപ്പിക്കാൻ വേണ്ടി അത് വന്നത്. അപ്പൊ പഠിക്കേണ്ട പാഠം എന്താണ്? ഇഞ്ചുറി ഒഴിവാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ ദിവസവും നമ്മളെ ഒറ്റ നോട്ടത്തിൽ എവിടെയും ഇഞ്ചുറി ചെയ്തതായിട്ട് കാണുന്നുണ്ടാവില്ല, പക്ഷെ ഓരോ ദിവസവും നമ്മൾ ഇന്നർ റിഫ്ലക്ഷൻ ചെയ്തിട്ട് ഓരോ പ്രവൃത്തിയിൽ, ഓരോ വാക്കിൽ, ഓരോ ചിന്തയിലും നമുക്ക് മാക്സിമം ലവിങ് കൈൻഡ്നസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചോന്ന് പരിശോധിക്കണം. അപ്പൊ ഒരു കാരണം ഇഞ്ചുറി തന്നെ. രണ്ടാമതുള്ളത് ഇഞ്ചുറി തന്നെയാണ്, ഫിസിക്കൽ ഇഞ്ചുറി തന്നെയാണ്. അതേ സമയത്ത് നമ്മൾ പറയാണ് ഇത് ഒരു ബാഡ് ഓർഡർ വരുന്നു പറയുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു നമുക്കും അത് അസഹനീയമായിട്ട് വരിക, വേറൊരാൾക്കും അത് അസഹനീയമായിട്ട് വരിക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കുക, മറ്റൊരാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു അസുഖമോ കാര്യങ്ങളോ ഒക്കെ ഉള്ള സമയത്ത്, നമുക്ക് എപ്പോഴെങ്കിലും അവരായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വന്ന സമയത്ത് നമ്മൾ ഇത് കാരണം അവരെ ഐസൊലേറ്റ് ചെയ്യോ, അല്ലെങ്കിൽ ഇതുവഴി നമ്മൾ അവരെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുകയോ, ഒരുപക്ഷെ അവരുടെ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള വൈകല്യം, ഇപ്പൊ ഒരാൾക്ക് സ്കിൻ ഡിസീസ് ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അയാളുടെ എന്താ പറയാ, സൗന്ദര്യത്തിനെയും ശരീര സൗന്ദര്യത്തിനെയൊക്കെ ബാധിക്കും. ഇതൊരു പക്ഷേ നേരിട്ട് നമ്മൾ അവരെ പരിഹസിച്ചതോ അല്ലെങ്കിൽ നമ്മൾ മെന്റലി പരിഹസിച്ചതോ ആയിട്ടുള്ള ക്രിറ്റിസിസം എന്നല്ല, നമ്മളത് പരിഹസിക്കില്ല ആൾക്കാർ അവരെ. ഇപ്പൊ ചില അതെ, ഇപ്പൊ ഒരാള് എപ്പോഴും ഒരു സ്കിൻ ഡിസീസ് ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ നാട്ടുപുറത്തൊക്കെ അയാളുടെ ആൾക്കാർ പറയുക തന്നെ ചൊറിയൻ എന്നൊക്കെയാ പറയാ. ഞാനിത് കുറ്റപ്പെടുത്തുന്നതല്ല, മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ. സോ ഇത് ഒരു ക്രിറ്റിസിസം ആണ്. സോ ഇത് അത് വലിയ വേദന ഉണ്ടാക്കും. അയാളത് അറിയുമ്പോൾ അത് അയാൾക്ക് വലിയ വേദന ഉണ്ടാക്കും. ചിലപ്പോൾ ആൾക്കാരെല്ലാവരും രഹസ്യമായിട്ട് ഇയാളെ ഇങ്ങനെ പറഞ്ഞ് ഇയാളെ പേര് പറയുമ്പോഴൊക്കെ ഇങ്ങനെ പറയും. ചിലപ്പോൾ ഇയാളുടെ മുന്നിന്നും അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകും. കാരണം അത് അയാൾക്ക് വലിയ വേദന ഉണ്ടാക്കും. കാരണം ഇവര് ആ പറഞ്ഞ ശീലത്തിന് പറഞ്ഞു പോകും. സോ ഇങ്ങനെയൊക്കെ ചെയ്ത കർമ്മയൊക്കെ വരുമ്പോൾ അത് ആരാണോ ആ വേദന വിതച്ചത് അവർക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനും അതുവഴി മറ്റുള്ള ആളുകളുടെ പരിഹാസത്തിന് കാരണമാവുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് എക്സാക്ട്ലി നമുക്ക് ഇതിൽ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, വെറും സോറിയാസിസ് എന്നുള്ളത് അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അതുവഴിയുള്ള എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് നോക്കിയാൽ കാണാം ഈ കാരണങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് ഈ സഫറിങ്സിന് കാരണം. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇതെല്ലാം തന്നെ വരുന്നത് ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി പറയുന്ന വെർച്യൂലാണ്. അത് വെർബൽ ഇഞ്ചുറി ഉണ്ടാവും, അതില്
മെന്റൽ ഇഞ്ചുറി ഉണ്ടാവാം, ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടാവാം. സോ വെർച്യൂ പ്രാക്ടീസ് ചെയ്യേണ്ടത് ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി തന്നെ. അതിന്റെ ഫിസിക്കൽ ആസ്പെക്ട്, ഇമോഷണൽ ആസ്പെക്ട്, മെന്റൽ ആസ്പെക്ട്. താങ്ക് യു സർ. ഹലോ സാർ, ഞാൻ ആലുവയിൽ ആണ്. ആ. കുട്ടികൾക്ക് ഈ ഓട്ടിസം ഇങ്ങനെ വരുന്നതിന്റെ കാരണം എന്താണ് സാർ? ഇതിപ്പോ ഞാൻ പറഞ്ഞു, നമ്മള് ഇതെല്ലാത്തിന്റെയും കാരണം ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സല്ല. ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഇത് സദ്ഗുണമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയാ പറയുന്നത്. അപ്പൊ ആ ഓട്ടിസം കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയാണ് അതുകൊണ്ട് അവർക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ? ആ കുട്ടിക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റണില്ല. പിന്നെ നാക്കൊന്നും തിരിഞ്ഞ് വർത്താനം പറയാൻ പറ്റുന്നില്ല. അങ്ങനെ കേസുകളുണ്ട്. ഓക്കെ, അതായത് പറഞ്ഞാൽ മനസ്സിലാവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുണ്ട്. പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുട്ടിക്ക്. നമ്മൾ വിളിച്ചാൽ ആ കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ ഓക്കെ സോ ഇതിന്റെ വെർച്യൂ പറയുന്നത് ഹോണസ്റ്റി ആൻഡ് നോൺ ലൈങ് ആണ്. സദ്ഗുണം നമ്മൾ പഠിക്കേണ്ട പാഠം അതാണ്, ഹോണസ്റ്റി ആൻഡ് നോൺ ലൈങ് ആണ്. അതായത് നമ്മളൊരാളോട് കളവ് പറയുമ്പോൾ നമ്മൾ അയാളിൽ വിതയ്ക്കുന്നത് അവ്യക്തതയാണ്. കാരണം അയാൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും നമ്മൾ കളവ് പറയുന്നവർ. അപ്പൊ അവ്യക്തത വിതയ്ക്കുന്നവൻ അവ്യക്തത കൊയ്യും, അവ്യക്തത വിതയ്ക്കുന്നവൻ അവ്യക്തത കൊയ്യും. അപ്പൊ അവൻ എന്തായിരിക്കും, അവൻ ഒരു കാര്യവും വ്യക്തമായിട്ട് മനസ്സിലാക്കാനോ പ്രതികരിക്കാനോ പറ്റുന്ന കഴിവുണ്ടാവില്ല. അതിന്റെ കാരണം ഇതാണ്. അപ്പൊ പ്രാക്ടീസ് ചെയ്യേണ്ട വെർച്യൂ പറയുന്നത് ഹോണസ്റ്റി ആൻഡ് നോൺ ലൈൻ. ഓക്കെ സാർ. ഓക്കെ. സോ ഇനി പല കേസിലും ഇത് വീണ്ടും പറയാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ കർമ്മ മാത്രം ആയിക്കൊള്ളണമെന്നില്ല, അത് ആ പാരന്റ്സിന്റെയും കർമ്മയാവാം. അപ്പൊ പാരന്റ്സും അതിന് എന്ത് ബുദ്ധിമുട്ടാണ് അവർക്ക് അതുകൊണ്ട് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് പാരന്റ്സും അത് ഫോക്കസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. അടുത്തത് സാർ, എനിക്ക് ഒരു സംശയം ചെയ്യാനുണ്ട്. ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് സുരേഷാണ്. സാർ നമസ്തേ. അപ്പം അത് ആരോടാണ് ഫോർഗീവ് ചെയ്യേണ്ടതെന്ന് ഞാൻ എങ്ങനെ കണ്ടെത്തുക? ആരോടാണ് ഫോർഗീവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ പറയാം, നമുക്ക് വിദ്വേഷമോ ദേഷ്യമോ വെറുപ്പോ ഒക്കെ ഉള്ള ആളുകളോട് നമ്മൾ ഫോർഗീവ് ചെയ്യണമെന്നാ പറയാം. ഒറ്റയടിക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് പലരോടും അങ്ങനെ ഒരു ഫോർഗീവ് ചെയ്യേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ വിദ്വേഷമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ. അതേ സമയത്ത് നിങ്ങൾ ഇന്നർ റിഫ്ലക്ഷൻ ആൻഡ് ഫേം റെസൊല്യൂഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഓരോ ദിവസവും ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളോട് ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഓവർ ഫോണിലൊക്കെ ആണെങ്കിലും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളെ നമ്മളൊരു ഇന്നർ റിഫ്ലക്ഷൻ, ഒരു ആത്മപരിശോധന നടത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പല സ്ഥലങ്ങളിലും വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലവിങ് ആയിട്ട് പെരുമാറാമായിരുന്നു അവരോട്. അതല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ചിന്തകളില്ലെങ്കിലും കുറച്ചുകൂടെ ലവിങ് ആയിട്ട് പെരുമാറാമായിരുന്നു. അപ്പൊ നമ്മൾ ഓർക്കുകയാണ് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ലവിങ് ആയിട്ട് പെരുമാറിയിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. മുമ്പ് എപ്പോഴോ അയാൾ എന്തോ പറഞ്ഞത് നമുക്ക് ഇഷ്ടമായില്ല. അതിന്റെ ഒരു ചെറിയ വിദ്വേഷം നമ്മുടെ മനസ്സിലവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അയാളോടാണ് നമ്മൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടെത്താനും നിങ്ങളെ സഹായിക്കും ഇന്നർ റിഫ്ലക്ഷൻ ആൻഡ് ഫേം റെസൊല്യൂഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ക്ലിയർ? Thank you. Fibromyalgia condition couldn't prioritize myself to feel like a stuck situation. Couldn't prioritize myself to feel like a stuck. Okay, exactly. ഒന്ന് ഈ ഒരു നല്ലൊരു അളവ് വരെ നിങ്ങൾ ശാരീരിക പ്രശ്നങ്ങളാണെങ്കിൽ നല്ലൊരു അളവ് വരെ നമ്മൾ അത് സോൾവ് ചെയ്യേണ്ടത് ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി പറയുന്ന വെർച്യൂലൂടെയും മോഡറേഷൻ ആൻഡ് നോൺ എക്സസീവ്നെസ് എന്ന് പറയുന്ന വെർച്യൂ തന്നെയാണ്. കാരണം അതിന്റെ ഇഫക്റ്റ് രണ്ടും നമ്മൾ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് നോക്കിയാൽ ഈ രീതിയിലായിരിക്കും അത് ബാധിക്കുക. ബ്രീത്തിങ് പ്രോബ്ലം പറഞ്ഞാൽ ശ്വാസം കിട്ടാത്ത കാര്യം. നമ്മൾ ഏതെങ്കിലും ഒരാൾക്കും നമ്മൾ ശ്വാസതടസ്സം ഉണ്ടാക്കരുത്. ഒരാൾക്കും ശ്വാസതടസ്സം ഉണ്ടാക്കുക പറഞ്ഞാൽ നേരിട്ട് ഒരാളുടെ മൂക്ക് പൊത്തിയിട്ടൊന്നുമല്ല. ബ്രീത്തിങ് പ്രോബ്ലത്തിന്റെ ഒരു കർമ്മ പറയുന്നത് പരിസര മലിനീകരണം. നിങ്ങൾ നിങ്ങളുടെ പരിസരം മലിനപ്പെടുത്തിയിട്ട് വേറൊരാൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും ശ്വാസത്തിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ
വിതച്ചത് ശ്വാസതടസ്സമാണ്. വിതയ്ക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, കൊയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാവും. സോ ഒരു കർമ്മ അതാണ്. സോ അത് എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന പ്രവൃത്തിയിലും നമ്മൾ ലവിങ് കൈൻഡ്നസ് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. എന്ത് ചെയ്യുമ്പോഴും വേറൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്നില്ല എന്ന് ഉറപ്പിക്കണം. നോൺ ഇഞ്ചുറി, അഹിംസ, ഒരു രീതിയിലും അത് വേറൊരാൾക്ക് ഹിംസയായിട്ട് ഭവിക്കുന്നില്ല എന്ന് ഉറപ്പിക്കണം. 2, ചില സമയത്ത് നമ്മളുടെ ചില തീരുമാനങ്ങളോ നമ്മളുടെ ചില പ്രസ്താവനകളോ നമ്മളുടെ ചില മറുപടിയോ ഒക്കെ മറ്റുള്ള ആളുകളുടെ ശ്വാസം നിലയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു കേസിൽ പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ കുട്ടികളെ വഴക്ക് പറയോ അടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒക്കെ ചിലപ്പോൾ ഇവരെങ്ങനെ ശ്വാസം മുട്ടിച്ച് നിർത്തിയിട്ടുണ്ടാവും. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെന്തോ ചെയ്തോ തെറ്റൊക്കെ ചെയ്തൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ടൊക്കെ. അതേപോലെ നമ്മൾ വേറെ എന്തെങ്കിലും, കുട്ടികൾ മാത്രമല്ല വേറെ ആരെങ്കിലും എന്തെങ്കിലും ചില അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മോശം പ്രവൃത്തിയോ വൈകല്യങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ ആളുകൾ അതിനെ ചോദ്യം ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരെ എങ്ങനെ ഒരു മുൾമുനയിൽ നിർത്തുക, അവരെ ശ്വാസം മുട്ടിച്ച് നിർത്തുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. രണ്ടാമത്, നമ്മളുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി വേറൊരാൾക്ക് വലിയ മാനസിക വിഷമത്തിന്, വൈകാരിക വിഷമത്തിന്, സങ്കടത്തിനൊക്കെ കാരണമായിട്ടുണ്ടെങ്കിൽ ആ സങ്കടം വിതച്ചത് വഴി അയാൾക്ക് ഉണ്ടായത് ശ്വാസം മുട്ടലാണ്. ശരിക്കും നല്ല സങ്കടം വന്ന ആൾക്കാർക്ക് ഇങ്ങനെ ശ്വാസം വലിക്കുക, ശ്വാസം കിട്ടാതെ വലിക്കുക. സോ നമ്മൾ വേറൊരാൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചതോ സംസാരിച്ചതോ ആവാം അതിന്റെ കാരണം. സോ കർമ്മ ഡെഫിനറ്റ്ലി ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി. സോറി, വെർച്യു ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി. ലാക്ക് ഓഫ് മണി. പ്രധാനമായിട്ടും എന്ന് പറയുന്നത്, ലാക്ക് ഓഫ് മണി പറഞ്ഞാൽ സഫീഷ്യന്റ് ആയിട്ട് നമുക്കൊരാവശ്യത്തിന് നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് പണം ഇല്ലാതിരിക്കുക. സോ സഫീഷ്യന്റ് ആയിട്ട് പണം ഇല്ലാതിരിക്കാൻ ഒരു കാരണം നമ്മൾ സഫീഷ്യന്റ് ആയിട്ട് വിതച്ചില്ല. സോ ഇംപ്രൂവ് ചെയ്യേണ്ടത് ജനറോസിറ്റി പറയുന്ന കർമ്മയാണ്. ജനറോസിറ്റി പറയുന്ന വെർച്യു ആണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേണ്ടത്ര പണം ലഭിക്കുന്നില്ല, നമുക്ക് കിട്ടേണ്ട പണം കിട്ടുന്നില്ല, പണം നഷ്ടപ്പെടുകയാണ്. സ്റ്റീലിംഗ് ടെൻഡൻസി, നോൺ സ്റ്റീലിംഗ് എന്ന് പറയുന്ന വെർച്യു. സോ പ്രാക്ടീസ് ചെയ്യേണ്ട വെർച്യു ജനറോസിറ്റി ആൻഡ് നോൺ സ്റ്റീലിംഗ്, മോഡറേഷൻ ആൻഡ് നോൺ എക്സസീവ്നെസ്. അടുത്തത്, ഇതല്ലേ നിങ്ങൾ ഇത് ചാലഞ്ച് ചെയ്യുകയും ചെയ്യട്ടോ. നിങ്ങൾക്ക് ഇത് ഞാൻ ഈ പറയുന്ന മുഴുവൻ ഇങ്ങനെ കേട്ടിരിക്കണ്ട, ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതിനെ ചാലഞ്ച് ചെയ്യുകയും ചെയ്യാം. ഇത് ഇപ്പോ ലാക്ക് ഓഫ് മണിയുടെ തന്നെയല്ലേ ആരെങ്കിലും ഇപ്പോ ഡെറ്റ് ട്രാപ്പിലൊക്കെ വരികയാണെങ്കിലും അത് തന്നെയാണോ വരുന്നത്? ശരിക്കും ഒരു ബിസിനസ് വേണ്ടി ലോൺ എടുത്ത് അടയ്ക്കാൻ പറ്റാണ്ട് വീണ്ടും ലോൺ എടുത്ത് അത് അടയ്ക്കാൻ അങ്ങനെ കൂടി ഒരു ഡെറ്റ് ട്രാപ്പിൽ. അതെ, എന്താ കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ എന്ത് സാധനവും നിങ്ങൾക്ക് അർഹതപ്പെടാത്തത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിൽ നിന്നും എന്താ പറയാ പുറന്തള്ളിക്കും, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അത് എടുത്തു മാറ്റപ്പെടും. നമുക്ക് അർഹതയില്ലാത്ത സാധനങ്ങൾ നമ്മൾ കയ്യിൽ വെക്കുന്നതിനെയാണ് സ്റ്റീലിംഗ് എന്ന് പറയുന്നത്. അർഹതയില്ലാത്തത് കയ്യിൽ വെക്കുന്നതാണ് സ്റ്റീലിംഗ്. അർഹതയില്ലാത്തത് പറഞ്ഞാൽ എന്താ, വേറെ ആൾക്ക് അർഹതപ്പെട്ടത്, അതായത് വേറൊരാളുടെ മുതൽ നമ്മൾ വെക്കുക. അത് എന്തായാലും വസ്തുക്കളായാലും വസ്തുക്കൾ വഴിയായാലും സേവനം വഴിയായാലും അതങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ എന്താ പറയാ, നമ്മൾ ഇത് എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വളരെ ചെറിയൊരു കടുകുമണിയോളം വലിപ്പത്തിലൊരു സാധനം നമ്മുടെ വയറ്റിലേക്ക് പോയി, അത് നമ്മുടെ സിസ്റ്റത്തിന് പറ്റുന്നതല്ല. എന്ത് ചെയ്യും? അത് പുറന്തള്ളും. അത് പുറന്തള്ളുമ്പോൾ അത് പുറന്തള്ളുമ്പോൾ അതൊരിക്കലും ആ കടുകുമണിയുടെ വലിപ്പത്തിലല്ല പുറത്തേക്ക് പോവുക. ആ കടുകുമണി മാത്രമല്ല പുറത്തേക്ക് പോവുക, നമ്മൾ കഴിച്ച നമുക്ക് പറ്റുന്ന ചോറും സാമ്പാറും എല്ലാം കൂടെ അതിന്റെ പുറകെ വൊമിറ്റ് ചെയ്ത് അത് പുറത്തേക്ക് പോകും. ഏകദേശം ഇതേപോലെ തന്നെയാണ് അർഹതയില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോൾ നമ്മളുടേതും കൂടെ എടുത്തു മാറ്റപ്പെടും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, അപ്പൊ നിങ്ങൾ ചോദിക്കും അത് ചതിയല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ലോ ഓഫ് കർമ്മ അങ്ങനെയാണ്. കാരണം നിങ്ങളൊരു കടുകുമണിയോളം സാധനം വേറൊരാളുടെ എടുത്തത് വഴി അയാൾക്ക് നഷ്ടപ്പെട്ടത് ഒരു കടുകുമണിയാണ്. അപ്പൊ നിങ്ങൾ വിതച്ചത് ഒരു കടുകുമണിയുടെ നഷ്ടമാണ് നിങ്ങൾ വിതച്ചത്. നിങ്ങൾ എന്ത് വിതയ്ക്കുന്നു അതിന്റെ എത്രയോ മടങ്ങാണ് നിങ്ങൾ കൊയ്യുക. കാരണം ഒരു കടുകുമണി വിതയ്ക്കുമ്പോൾ നിങ്ങൾ കൊയ്യുന്നത് ഒരു കടുകുമണിയല്ല, ആ ചെടിയിൽ ആയിരക്കണക്കിന് കടുകുമണി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിതച്ചതിന്റെ 1000 മടങ്ങാണ് നിങ്ങൾ കൊയ്യുക. അപ്പോൾ നമുക്ക് അർഹതല്ലാത്ത ഒരു 10 രൂപ നമ്മളെ കയ്യിലേക്ക് വരുമ്പോൾ ആ 10 രൂപ വേറെ ആയിരുന്നു. അപ്പോൾ വിതച്ച നഷ്ടം 10 രൂപയുടെ ആണെങ്കിൽ കൊയ്യുന്നത് വിതച്ച അളവിലല്ല, വിതച്ചതിന്റെ എത്രയോ മടങ്ങായിട്ടാണ്. അപ്പൊ നഷ്ടം വരുമ്പോൾ അത് 10 ലക്ഷം അതിൽ കൂടുതലൊക്കെ ആയിട്ടായിരിക്കും നഷ്ടം വരിക. സോ ഡെഫിനറ്റ്ലി
ഫോക്കസ് ചെയ്യേണ്ട വെർച്യൂ പറയുന്നത് ജനറോസിറ്റി ആൻഡ് നോൺ സ്റ്റീലിംഗ്. താങ്ക് യു സർ. ഓക്കെ. അറ്റാച്ച്മെന്റ് കൂടുതൽ ഹരാസ്മെന്റ് ഓർ മെന്റൽ ടോർച്ചർ ഫ്രം അതേഴ്സ്. ഡെഫിനറ്റ്ലി ഹരാസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ വരച്ച ഹരാസ്മെന്റ് ആണ്. നമ്മൾ മറ്റുള്ള ആളുകളെ ഹരാസ് ചെയ്തത്, നമ്മൾ മറ്റുള്ള ആളുകളെ മെന്റലി ടോർച്ചർ ചെയ്തത്. സോ പ്രാക്ടീസ് ചെയ്യേണ്ടത് അഗെയിൻ loving kindness and non-injury, mental criticism, avoid excessive mental criticism. ഡെയിലി ചക്രയും ഓറയും ക്ലീൻ ചെയ്താൽ കർമ്മ ക്ലിയർ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ ബോഡി സൈക്കോതെറാപ്പി ചെയ്താൽ ക്ലിയർ ചെയ്യാൻ പറ്റുമോ? സോ ഗ്രാൻഡ് മാസ്റ്റർ പറയുന്നുണ്ട് കർമ്മയാണെങ്കിൽ നിങ്ങൾ അത് കർമ്മയുടെ തലത്തിൽ തന്നെ നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം. കർമ്മ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് മെഡിറ്റേറ്റ് ആൻഡ് ലേൺ ദ ലെസൺ ദാറ്റ് ടു ബി ലേൺഡ്. നിങ്ങൾ എന്താണോ അതിൽ നിന്ന് പഠിക്കേണ്ടത് അത് പഠിച്ചാൽ മാത്രമേ കർമ്മ പോകുള്ളൂ. പഠിക്കേണ്ട പാഠം എന്താന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. അതിന്റെ ഇഫക്റ്റ് എന്താണോ, നമ്മൾ അനുഭവിക്കുന്ന ഇഫക്റ്റ് എന്താണോ അതാണ് നമ്മൾ കൊയ്തത്. അത് കൊയ്യാൻ ഇഫക്റ്റ് എന്താണോ അതാണ് നമ്മൾ വിതച്ചത്. അത് വിതയ്ക്കാനുള്ള ഒരു പ്രവണത നമ്മളിലുണ്ട്. ആ പ്രവണതയാണ് നമ്മൾ മാറ്റേണ്ടത്. സോ അത് നമ്മളുള്ള വൈകല്യം, സ്വഭാവ വൈകല്യം എന്താണോ അത് മാറ്റിക്കൊണ്ട് മാത്രമേ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. ഇനി ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ വിതച്ച കർമ്മ ഉണ്ട്. ആ വിതച്ച കർമ്മയുടെ ഫലം അനുഭവിക്കുന്ന ഒരു പീരീഡ് ഉണ്ട്. അത്രയും കാലം ആ ഫലം അനുഭവിക്കുക. ആ പീരീഡ് കഴിഞ്ഞാൽ അത് മാറും. പക്ഷെ പീരീഡ് കഴിഞ്ഞ് മാറിയാലും വീണ്ടും വരില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം? ഈ ടെൻഡൻസി നമ്മൾ ഇരിക്കുന്നിടത്തോളം അത് വീണ്ടും വരാം. അപ്പൊ പെർമനന്റ് ആയിട്ട് നമ്മൾ അതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം പറയുന്നത് ആ ടെൻഡൻസി നമ്മൾ എടുത്തു കളയുക. ആ കർമ്മ അനുഭവിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു മോശം പ്രവണത നമ്മളിലുണ്ട്. ആ പ്രവണത എടുത്തു കളയുക, ആ ടെൻഡൻസി എടുത്തു കളയുക. അതാണ് ആത്യന്തികമായിട്ടുള്ള പ്രതീതി. വേഴ്സ്റ്റ് കപ്പിൾ ലൈഫ്, ഹാർട്ട് അറ്റാക്ക്, ഈഗോ. ഓക്കെ, നിങ്ങൾ ഈ ശാരീരികമായിട്ടുള്ള രോഗങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രധാനം നമ്മൾ പറഞ്ഞു ഇഞ്ചുറി തന്നെയാണ്. അതേപോലെ തന്നെ പല കേസിലും മോഡറേഷൻ, ലാക്ക് ഓഫ് മോഡറേഷൻ. ഒരാള് എക്സസീവ്നെസ് കാണിക്കുകയാണ്, ലേസിനെസ് ഇതൊക്കെ വരാം. ഇപ്പൊ ഒരാൾ എക്സസൈസ് ചെയ്യുന്നില്ല, ഒരു നല്ലൊരു ഫുഡോ കാര്യങ്ങളൊന്നും അയാൾക്കൊരു ഭക്ഷണത്തിലൊരു ക്രമീകരണം ഇല്ല, മോഡറേഷൻ ഇല്ലായ്മ. അത് മറ്റത് ലേസിനെസ് ആണ്. പ്ലസ് ഇഞ്ചുറി, വേദനിപ്പിക്കാനുള്ള പ്രവണത ഉണ്ടായിട്ടിരിക്കാം. ഇതെല്ലാം ഈ വെർച്വയുടെ കണക്റ്റഡ് ആയിട്ട് തന്നെയാണുള്ളത്. വേഴ്സ്റ്റ് കപ്പിൾ ലൈഫിലും ഇതേപോലെ തന്നെ നമ്മൾ പറയുന്നത് ലാക്ക് ഓഫ് ലവ്. കാരണം ഏത് ബന്ധമാണെങ്കിലും അതിനുള്ളില് എന്താ പറയാ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ടൂ മച്ച് അറ്റാച്ച്മെന്റ്. എല്ലാവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ രണ്ട് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അറ്റാച്ച്മെന്റ് തന്നെയാണ് ബന്ധം പറയുന്നത്. പക്ഷെ രണ്ടുപേരും രണ്ട് വ്യക്തികളായിരിക്കെ രണ്ടുപേർക്കും ഒരേപോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല. അങ്ങനെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കുന്നുണ്ട്, അതിൽ ഏതെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്കും കാര്യമായ തകരാറുണ്ടെന്ന് അർത്ഥം. കാരണം എന്താ, ഒരാൾ പറയുന്ന പോലെ തന്നെ മറ്റയാൾ കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തോ തകരാറുണ്ട്. ഇയാൾ പറയുന്ന പോലെ മറ്റയാൾ കേട്ടിരിക്കുന്നുണ്ട്, ആൾക്ക് എന്തോ തകരാറുണ്ട്. ഓരോ ഇൻഡിവിജ്വൽ തന്നെയാണ്. അപ്പോൾ ഒരാൾ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റൊരാൾ ചെയ്യുക. അപ്പൊ എന്താവും, ഈ പറയുന്ന പോലെ ഫ്രിക്ഷൻ വരും. ഒരാൾ അങ്ങോട്ട് പോകും, ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഫ്രിക്ഷൻ വരും. രണ്ടുപേരും ഒരേ വഴിക്ക് പോവാണെങ്കിൽ ഫ്രിക്ഷൻ ഇല്ല. അങ്ങനെ വന്നാൽ എന്തോ തകരാറുണ്ട് അവർക്ക്. കാരണം എന്താ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരാളെ പോലെ വേറൊരാളില്ല, ഒരാളെ പോലെയല്ല വേറൊരാളും. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരാൾ പറഞ്ഞ് മുഴുവൻ കേട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയാള് അങ്ങനെയുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ അത് അയാളുടെ ഒരു വൈകല്യം. സോ ഫ്രിക്ഷനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഫ്രിക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ആ ഫ്രിക്ഷൻ കുറയ്ക്കാനേ പറ്റുള്ളൂ. യന്ത്ര സാമഗ്രികളിൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ലൂബ്രിക്കൻസ് ആണ്, അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് എന്ന് പറയാം. സോ ഇവിടെ ബന്ധങ്ങളിലുള്ള ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത് ലവ് ആണ്, സ്നേഹമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹം ഉണ്ടെങ്കിൽ ഒരാൾ അങ്ങോട്ട് പോയി ഒരാൾ ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അത് ബാധിക്കില്ല. കാരണം എന്താണ്, സ്നേഹം അവിടെ ഉണ്ട്. ഇടയിൽ സ്നേഹം ഉള്ളത് കൊണ്ട് ഒരു ഫ്രിക്ഷനോ പെയിനോ ഒന്നും ഉണ്ടാകുന്നില്ല. ഈ പെയിൻ ഈ ലവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫ്രിക്ഷന് കാരണമാവും, അത് ആ ബന്ധങ്ങൾ വേസ്റ്റ് ആവുന്നതിന് കാരണമാവും.
പ്രാക്ടീസ് ചെയ്യേണ്ട വെർച്യു ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി. ഈഗോ അഗെയിൻ ആക്യുറേറ്റ് പെർസെപ്ഷൻ, കറക്റ്റ് എക്സ്പ്രഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ ഹോണസ്റ്റി ആൻഡ് നോൺ ലൈങ്. ഇനി നിങ്ങൾ എന്ത് പ്രശ്നങ്ങളായിട്ട് വന്നാലും ഇനി അങ്ങോട്ട് ഇപ്പൊ അതിനു വേണ്ടി അത് പറഞ്ഞത്, അതായത് നിങ്ങൾ ഒരു 100 കാര്യങ്ങൾ പറഞ്ഞാലും ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ 5 സദ്ഗുണങ്ങളിൽ ഏതെങ്കിലും നമ്മൾ വേണ്ടത്ര പ്രാക്ടീസ് ചെയ്യാത്തതാവാം ഇതിന്റെ കാരണം. അങ്ങനെയാണെങ്കിൽ ഈ 5 സദ്ഗുണങ്ങളും നമുക്ക് വലിയ അളവിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാൽ ഇന്ന് നമ്മളെ അലട്ടുന്ന ഒട്ടുമിക്ക ശാരീരിക പ്രശ്നങ്ങൾ, വൈകാരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, അതേപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. സോ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. സോ ആ സദ്ഗുണങ്ങൾ ഇതൊക്കെയാണ്: ഹോണസ്റ്റി ആൻഡ് നോൺ ലൈങ്, ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി, ജനറോസിറ്റി നോൺ സ്റ്റീലിംഗ്, മോഡറേഷൻ ആൻഡ് നോൺ എക്സസീവ്നെസ്, വൺ പോയിന്റഡ്നെസ് ആൻഡ് നോൺ ലേസിനെസ്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഈ സദ്ഗുണങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് മാസ്റ്റർ ഷോ പറഞ്ഞിട്ടുള്ളത്, അതും കൂടെ നമുക്ക് വായിക്കാം. അത് നിങ്ങളുടെ ബേസിക് പ്രാണിക് ഹീലിംഗിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇന്നർ റിഫ്ലക്ഷൻ ആൻഡ് ഫേം റെസൊല്യൂഷൻ. ഇന്നർ റിഫ്ലക്ഷൻ ആൻഡ് ഫേം റെസൊല്യൂഷനിലൂടെയാണ് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നർ റിഫ്ലക്ഷൻ ആൻഡ് ഫേം റെസൊല്യൂഷനിൽ ഗ്രാൻഡ് മാസ്റ്റർ പറയും, ഒരാള് ഒരു സമയത്ത് ഒരു സദ്ഗുണത്തിൽ ഫോക്കസ് ചെയ്യണം. ഉദാഹരണത്തിന് നിങ്ങളെ എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാവരെയും ബാധിക്കുന്നത് വേദനകളും പ്രയാസങ്ങളും, ശാരീരിക വേദനയായാലും മാനസിക വേദനയായാലും ഒക്കെ ഇതായതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ ആരംഭിക്കുന്നത് ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി പറയുന്ന വെർച്വലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 മാസക്കാലം നമ്മൾ ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി പറയുന്ന വെർച്വല് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ദിവസവും നമ്മളൊരു 10-15 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെക്കും. എന്താ ചെയ്യുക? ഒരു ദിവസം, ഇന്നത്തെ ദിവസം നമ്മൾ ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്തെടുക്കും. ഞാൻ രാവിലെ എഴുന്നേറ്റു, അത് ചെയ്തു, ഇത് ചെയ്തു, അപ്പോൾ ഇന്ന ആളോട് സംസാരിച്ചു, അവരെന്നോട് തിരിച്ച് സംസാരിച്ചു, അത് കഴിഞ്ഞ് ഞാൻ വാട്സപ്പിൽ ഇന്ന മെസ്സേജ് അയച്ചു, ഇങ്ങനെ 100 കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കും. അപ്പോഴൊക്കെ നമ്മൾ എന്ത് നോക്കും? ഇവിടെയൊക്കെ നമ്മൾ വേണ്ടത്ര അളവിൽ സ്നേഹവും കാരുണ്യവും പ്രകടമാക്കിയിരുന്നോ നോക്കും. അപ്പൊ നമുക്ക് തോന്നുകയാണ് ചില സ്ഥലത്തൊക്കെ നമ്മൾ വളരെ ലവിങ് ആയിരുന്നു, നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പല സ്ഥലത്തും നമ്മൾ സ്നേഹം കാണിച്ചത്. അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ മതിപ്പ് തോന്നും. എന്താണ്? എനിക്ക് ലവിങ് കൈൻഡ്നസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ വലിയ അളവിൽ ലവിങ് കൈൻഡ്നസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഞാൻ അത്ര മോശം ആളൊന്നുമല്ല എന്ന് നമുക്ക് നമ്മളോട് തന്നെ നല്ല മതിപ്പുണ്ടാവും. പിന്നെ എന്ത് വേണം? പിന്നെ വേണ്ടത് എന്താണ്? പിന്നെ വേണ്ടത് നോക്കൂ, ബേസിക് ബുക്കിൽ പറയുന്ന കാര്യമാണ്. വൺ ഷുഡ് ട്രൈ ടു മാസ്റ്റർ വൺ വെർച്യു അറ്റ് എ ടൈം. ഒരു സദ്ഗുണം വേണം ഒരു സമയത്ത്. പ്രിഫറബിളി one should try to practice and concentrate on one virtue for about 2 months. ഒരു വെർച്യു 2 മാസക്കാലം തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യണം. മെഡിറ്റേറ്റ് ഓൺ വാട്ട് യു ഹാവ് ഡൺ ദ ഹോൾ ഡേ ഇൻ റിലേഷൻ ടു ദ വെർച്യു. ആ വെർച്യുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ദിവസം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക. ബി അവെയർ ഓഫ് ദ ഗുഡ് തിങ്സ് യു ഹാവ് ഡൺ. നിങ്ങൾ ചെയ്ത നല്ല ഗുണങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അവെയർ ആവുക. സോ അത് നമ്മൾ പറഞ്ഞു, ദിസ് വിൽ ഡെവലപ്പ് യുവർ സെൽഫ് എസ്റ്റീം. നമുക്ക് തോന്നിയില്ലേ നമ്മൾ ഓക്കെ, ഞാൻ അത്ര മോശമല്ല, ഞാൻ എന്നിൽ കുറെ ലവിങ് കൈൻഡ്നസ് ഉണ്ട്, ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം ബി അവെയർ ഓഫ് യുവർ മിസ്റ്റേക്സ്. ആ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ എവിടേക്കാണ് ചില മിസ്റ്റേക്സ് നമുക്ക് പറ്റിയിട്ടുണ്ട്, ഞാൻ ഈ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല, അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ കുറച്ചും കൂടെ ലവിങ് ആയിട്ട് പറയാമായിരുന്നു, ഞാൻ കുറച്ചും കൂടെ കൈൻഡ് ആയിട്ട് പറയായിരുന്നു. ഒരു പക്ഷെ എൻ്റെ വാക്കിലൊക്കെ കൈൻഡ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ പരമാവധി ബഹുമാനവും സ്നേഹമൊക്കെ പ്രകടമാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇമോഷൻസ്, അദ്ദേഹത്തിനോടുള്ള എന്തോ ദേഷ്യമോ കാര്യമോ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഈ ഇമോഷൻസിന്റെ എനർജി വാക്കിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തിയിട്ട് അത് നമ്മൾ കറക്റ്റ് ചെയ്യും. സോ അത് നമ്മൾ കറക്റ്റ് ചെയ്യും. അതിനെന്ത് ചെയ്യും? അറ്റ് ദ സെയിം ടൈം ബി അവെയർ ഓഫ് യുവർ മിസ്റ്റേക്സ്. ഇങ്ങനെ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളും അതേപോലെ നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളും കണ്ടെത്തുന്നതിനെയാണ് ഇന്നർ റിഫ്ലക്ഷൻ പറയാം. ഇന്നർ റിഫ്ലക്ഷൻ. ഇനി എന്ത് ചെയ്യണം? മെന്റലി ഇറേസ് ദ നെഗറ്റീവ് ഈവന്റ് ആൻഡ് ഇമാജിൻ യു ആർ ഡൂയിങ് ദ റൈറ്റ് തിങ് അറ്റ്ലീസ്റ്റ് 5 times. നിങ്ങൾ ഇനി മോശമായിട്ട് ചെയ്തു, ഞാൻ അവിടെ ചെയ്തത് ശരിയായില്ല, കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു എന്ന് കണ്ട ഭാഗം നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ഇറേസ് ചെയ്യും. അത് നമ്മൾ ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ നമ്മൾ കാണും
5-ൽ കൂടുതൽ തവണ അത് നമ്മൾ ഭംഗിയായിട്ട് നല്ല പോലെ വെർബലി അല്ലെങ്കിൽ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ സ്നേഹത്തോടു കൂടി പ്രവർത്തിച്ചതായിട്ട് 5-ൽ കൂടുതൽ തവണ ആവർത്തിച്ച് കാണും. ഇതിനെയാണ് ഫേം റെസൊല്യൂഷൻ പറയുക. ഫേം റെസൊല്യൂഷൻ. ദിസ് മെക്കാനിസം ബിഹൈൻഡ് ദിസ് ഈസ് ദാറ്റ് റിപ്പീറ്റഡ് ഹോൾസം തോട്ട് മാനിഫെസ്റ്റ് ആസ് ഹോൾസം ആക്ഷൻ. നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചിന്തിക്കുന്ന നല്ല ചിന്തകൾ നല്ല പ്രവർത്തികളായിട്ട് നാളെ രൂപപ്പെടും. റിപ്പീറ്റഡ് ഹോൾസം ആക്ഷൻസ് വിൽ ഇൻ ദ ലോങ് റൺ മാനിഫെസ്റ്റ് ആസ് വെർച്യൂ. അത് വെർച്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തികൾ സദ്ഗുണങ്ങളായിട്ട് മാറും. എങ്ങനെയാ സദ്ഗുണങ്ങളായിട്ട് മാറുക? നമ്മൾ ഈ സദ്ഗുണങ്ങളൊക്കെ വന്നത് എങ്ങനെയാ? ശീലിച്ച് വന്നതാ. അപ്പം എന്ത് ശീലിക്കണം? എന്ത് ചെയ്യണം? ആവർത്തിച്ച് ചെയ്താലേ അത് ശീലാവുള്ളൂ. അപ്പൊ നല്ലത് ചെയ്യുന്നത് ആവർത്തിച്ച് ചെയ്ത് ശീലാക്കണം. അതിനുള്ളതാണ് ഫേം റെസൊല്യൂഷൻ. വൺ ഷുഡ് ഇന്റൻസീവ്ലി പ്രാക്ടീസ് ഇന്നർ റിഫ്ലക്ഷൻ ആൻഡ് ഫേം റെസൊല്യൂഷൻ ഫോർ അറ്റ്ലീസ്റ്റ് 2 years. ഇങ്ങനെ ഒരാള് കുറഞ്ഞത് 2 വർഷക്കാലെങ്കിലും തുടർച്ചയായിട്ട് ഇന്നർ റിഫ്ലക്ഷൻ ആൻഡ് ഫേം റെസൊല്യൂഷൻ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഇതിനകത്തുള്ള ഒരുപാട് ആളുകൾ ഇന്നർ റിഫ്ലക്ഷൻ ആൻഡ് ഫേം റെസൊല്യൂഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ വെക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നോക്കൂ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന 5 വെർച്യൂസും നമുക്ക് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ നിങ്ങൾക്ക് കരിയർ ഓപ്ഷൻ, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയർ ഏതാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. പ്രാക്ടീസ് ചെയ്യേണ്ട വെർച്യൂ ഹോണസ്റ്റി ആൻഡ് ഓൺലൈൻ. ഹോണസ്റ്റി ആൻഡ് ഓൺലൈൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല, ഒരു വിഷയത്തിൽ നമുക്ക് വ്യക്തത ഉണ്ടാവില്ല. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇതാണ്. സോ നിങ്ങൾ ഏത് വിഷയം എടുക്കൂ, അതിനൊക്കെ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 5 വൈകല്യങ്ങൾ അല്ലെങ്കിൽ 5 സദ്ഗുണങ്ങൾ വേണ്ടത്ര പ്രാക്ടീസ് ചെയ്യാതിരിക്കുക, 5 വൈകല്യങ്ങളാണ് ഇതിന് കാരണം. സോ ഇത് നമുക്ക് ഇംപ്രൂവ് ചെയ്ത് പോകാൻ സാധിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരാൾ 2 മാസക്കാലം ഹോണസ്റ്റി ആൻഡ് ഓൺലൈൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് ബിക്കം സൂപ്പർ ഷാർപ്പ്. ഗ്രന്മാഷ് പറയുന്നതാണ്, യുവർ മൈൻഡ് ബിക്കം സൂപ്പർ ഷാർപ്പ്. എന്താ സൂപ്പർ ഷാർപ്പ് എന്ന് പറഞ്ഞാല്? ഷാർപ്പ് ആയിട്ടുള്ള, ഇപ്പൊ നമുക്ക് ഒരു കാര്യത്തിന് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും, ഇതിൽ ഏതാ ശരി ഏതാ തെറ്റെന്ന് അറിയില്ല. നമുക്ക് ശരിനെയും തെറ്റിനെയും വേർതിരിച്ചറിയാൻ പറ്റണം. സൂക്ഷ്മതലത്തിൽ ഒരു സാധനത്തെ വേർതിരിച്ചറിയണമെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് അത്രയും സൂപ്പർ ഷാർപ്പായിരിക്കണം. നിങ്ങൾ നോക്കൂ, അപ്പൊ നമുക്ക് വലിയ ബോളാണ്, ഈ വലിപ്പമുള്ള ബോളാണ്, പച്ചയും മഞ്ഞയും. ഇത് പച്ച വേറെയും മഞ്ഞ വേറെയും തിരിക്കാൻ നമുക്ക് തൂമ്പ പോലത്തെ ഏതെങ്കിലും ചില വലിയ സാധനങ്ങൾ മതി. പഞ്ചസാര തരിയേക്കാൾ ചെറിയ പച്ചയും മഞ്ഞയും തരികളാണെങ്കിലോ അതിനെ നമുക്ക് മാറ്റണമെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ടൂള് വേണം. വളരെ മൈക്രോ ലെവൽ അതിനിങ്ങനെ നമുക്ക് മാറ്റി സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ. സോ നിങ്ങളുടെ മൈൻഡ് ബിക്കം സൂപ്പർ ഷാർപ്പ്. നിങ്ങൾ ഹോണസ്റ്റി ഓൺലൈൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മൈൻഡ് വളരെ സൂപ്പർ ഷാർപ്പാവും. നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്തിനെ ഒഴിവാക്കണം, എന്തിനെ എടുക്കണം. ഇങ്ങനെ വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ടാവും. ഇതിനെ പറയുന്നത് ഡിസേൺമെന്റ് എന്ന് പറയും. ഡിസേൺമെന്റ്, ഉന്നതമായ വിവേചന ബുദ്ധി. ഡിസേൺമെന്റ് ഓർ ഇന്റലിജന്റ് ഇവാലുവേഷൻ, എബിലിറ്റി ടു ഇവാലുവേറ്റ് ഇന്റലിജന്റ്ലി. ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനുള്ള കഴിവ്. ഇത് ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട വെർച്യൂ ആണ് ഹോണസ്റ്റി ഇൻ ഓൺലൈൻ. ക്ലിയർ? ഓക്കെ. സോ നിങ്ങൾ നോക്കുക, ഇങ്ങനെ വരുമ്പോൾ എല്ലാം ഈ സദ്ഗുണങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്നർ റിഫ്ലക്ഷൻ ആൻഡ് ഫേം റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം 2 വർഷക്കാലത്തേക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞ കാര്യം നമ്മൾ അക്ഷരം പ്രതി അനുസരിക്കുക. 2 വർഷക്കാലം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു സദ്ഗുണം നമ്മൾ 2 മാസമോ 3 മാസക്കാലോ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ഒരു വർഷം കൊണ്ട് നമുക്ക് 5 സദ്ഗുണങ്ങളും ഒരു തവണ പ്രാക്ടീസ് ചെയ്ത് കഴിയും. 2ാമത്തെ വർഷം വീണ്ടും നമ്മൾ ആരംഭിക്കും. 2ാമത്തെ വർഷം കൊണ്ട് നമ്മൾ ആ ഒരു സദ്ഗുണം 2 വർഷം കൊണ്ട് 2 തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. 2 മാസം മുതൽ 3 മാസം വരെയുള്ള സമയത്തിൽ. അതിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ദിവസവും നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സേ നിങ്ങൾ ഒരു ദിവസം അതിനു വേണ്ടി ചെലവഴിക്കേണ്ടതുള്ളൂ. അത് ഇതേപോലെ സൂം സെഷനിൽ നമ്മൾ അത് പ്രാക്ടീസ് ഉണ്ടാവും. എല്ലാ ദിവസങ്ങളിലും ഇല്ലെങ്കിലും സൂം സെഷനിൽ ഇടയ്ക്ക് നമ്മൾ പ്രാക്ടീസ് ഉണ്ടാവും. എല്ലാ ദിവസവും നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വാട്സപ്പിൽ അതിന്റെ ഓഡിയോ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. നമ്മൾ ഇന്നർ റിഫ്ലക്ഷൻ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. നമ്മൾ ഓരോന്ന് എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം, നമ്മൾ എങ്ങനെ ഇറേസ് ചെയ്യുന്നു, നമ്മൾ എന്നിട്ട് അത് ആവർത്തിച്ച് കാണുന്നു. ഇതിന് വേണ്ട ഇൻസ്ട്രക്ഷൻ നമ്മൾ ഓരോ ദിവസവും നമ്മൾ തരും. അങ്ങനെ 2 വർഷം അതുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം സൂം സെഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ അതിന്റെ
അതിന്റെ വോയിസ് ഉണ്ടാവും. നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുന്നിൽ ഒരു 5 to 10 മിനിറ്റ്സ് ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്യുക. ഇപ്പൊ നമുക്ക് വോയിസ് എല്ലാം നമുക്ക് 1.5x-ലും 2x-ലൊക്കെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ 2x-ൽ ഇട്ടാൽ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാം. സോ അങ്ങനെ ദിവസവും നമ്മളിത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ നല്ലത് ചെയ്യുന്നതായിട്ട് കാണുന്നു. 4-5 തവണ ദിവസവും നമ്മൾ 5 ആവർത്തി ഒരു കാര്യം നല്ലപോലെ ചെയ്യുന്നതായിട്ട് കണ്ടാൽ പിറ്റേ ദിവസം നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴെന്തായി, നമ്മൾ ഈ മോശം ചെയ്യാനുള്ള പ്രവണത ഇല്ലാതെയായുള്ള ഗുണം എന്താ, ഈ പ്രവണത വഴി നമ്മൾ അനുഭവിക്കുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, അത് നമ്മളെ വിട്ടുപോകും. ലൈഫ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറും. സോ ഇതാണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. നിങ്ങൾ ഈ 2 വർഷക്കാലം ഇതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഓൾറെഡി നിങ്ങൾക്ക് മെസ്സേജ് വരും. നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന 2 നമ്പറുണ്ട്. ഈ 2 നമ്പറിൽ ഏത് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ബേസിക് പ്രാണിക് ഹീലിംഗ് കഴിഞ്ഞിരിക്കണം. പ്രാണിക് ഹീലേഴ്സിന് മാത്രമുള്ള പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ അത് CRM രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ കോഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ അത് ചെയ്യാനും സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഇന്നർ റിഫ്ലക്ഷൻ പെർമനന്റ് സൊല്യൂഷൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകത, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിച്ചോ? സോ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഇത് നമ്മൾ ഓൾറെഡി ജോയിൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമായിരിക്കും പിന്നീട് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വരിക. അവർ മാത്രമായിരിക്കും 2 വർഷത്തേക്ക് പ്രാക്ടീസ് ഉണ്ടാവുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള ആൾക്കാർ ചോദിക്കാം. നമസ്തേ സാർ. നമസ്തേ. നമ്മൾ ഈ കർമ്മ എന്ന് പറയുന്നത് ഈ ഇൻകാർണേഷനിലെ കർമ്മ മാത്രമാണോ, അത് പഴയതും നമുക്ക് ഇപ്പൊ അനുഭവിക്കേണ്ടതായിട്ട് ഇപ്പൊ ഈ കാർണേഷനിൽ വരുന്നതും അങ്ങനെയും വരാൻ പറ്റുന്നത്? നമ്മളിവിടെ കർമ്മ പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് ടെൻഡൻസീസ് എന്നാണ്. ടെൻഡൻസീസ് എന്ന് പറയുമ്പോൾ ടെൻഡൻസീസാണ് നമ്മൾ കളയുന്നത്. ആ ടെൻഡൻസി എങ്ങനെയാണ് ഒരാൾക്ക് വരുന്നത്? ജനിച്ച ഉടനെ തന്നെ ഇയാൾ എവിടെയും പഠിക്കാതെ ഇവിടുന്ന് അയാൾക്ക് ഇത് വരുന്നത് പഴയത് തന്നെയാണ്. ചിലത് പഴയതായിക്കൊള്ളുന്നില്ല, ചിലത് നമ്മൾ ഇവിടെ വന്നുണ്ടാക്കിയ ടെൻഡൻസി ആയിരിക്കും. അപ്പൊ അത് ഏതായാലും നമ്മൾ ആ പ്രവണത നമ്മൾ കളയും. ഓക്കെ, നല്ല ജോലി. താങ്ക് യു. മറ്റെന്തെങ്കിലും? ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ എല്ലാവർക്കും? ഓക്കെ. സോ നമ്മൾ പൊതുവെ ഓരോരുത്തരുടെയും പല പ്രശ്നത്തിനും കാരണം ആ ശനീന്റെ പ്രശ്നമാണ്, രാഹുവിന്റെ പ്രശ്നമാണ്, വ്യാഴത്തിന്റെ പ്രശ്നമാണ്, ആ പ്രശ്നമാണ്, ഈ പ്രശ്നമാണെന്നൊക്കെ പറയും. ശരിക്കുള്ള പ്രശ്നം ഇതാണ്. നമ്മളിലുള്ള പ്രശ്നം പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളിലുള്ള ഇത്തരത്തിലുള്ള പ്രവണതകളാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു മോശം പ്രവണത ഉള്ളത് കൊണ്ട്, നമ്മൾ ഇങ്ങനെ അനുഭവിക്കണം എന്നുള്ളത് കൊണ്ടാണ് ശനിയും രാഹുവും ഒക്കെ എന്ന സ്ഥലത്ത് വന്ന് നിന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ ശനിയും രാഹുവും ഒക്കെ നല്ല സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ജനിക്കുകയായിരുന്നു. നമ്മളിത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ട്. നമ്മളിത് അനുഭവിക്കണമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്, കർമ്മുള്ളത് കൊണ്ടാണ് ഈ ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ മോശം വന്ന് നിന്നത്, മോശം സ്ഥലത്ത് വന്ന് നിന്നത്. അതിന് ഗ്രഹങ്ങളെ ആരും കുറ്റപ്പെടുത്തരുത്. അത് ആ ടെൻഡൻസി നമ്മളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിന് ഈ ഗ്രഹങ്ങൾക്കൊന്നും തന്നെ നമ്മൾ സ്വാധീനിക്കാൻ സാധിക്കില്ല. കാരണം അത് ജ്യോതിഷം അറിയുന്ന ആൾക്കാർക്ക് അറിയാം. അവർ പറയും, നിങ്ങൾ എന്തെങ്കിലും സൽക്കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനിലയിലൊക്കെ ഉള്ള ഫലമൊന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്ന് അത് ജ്യോതിഷം തന്നെ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഏതാണ് ആത്യന്തികമായിട്ടുള്ള മാർഗം? അതാണ് ഈ സദ്ഗുണങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അതിനുള്ള പ്രാക്ടീസാണ് ഇന്നർ റിഫ്ലക്ഷൻ ആൻഡ് പെർമനന്റ് സൊല്യൂഷൻ. എന്ത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും ചോദിക്കാം. ഇനിയുണ്ട് 4-5 മിനിറ്റ് സമയം. എനി ഡൗട്ട്സ്? ആത്മനമസ്തേ സാറേ. ആത്മനമസ്തേ. ഇതിൽ ഓൾറെഡി ബുക്ക്ഡ് ആയവര് പിന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണോ? നമ്മളിപ്പോ ഇത് ബുക്ക് സ്റ്റഡിയിലുള്ളവർക്ക്? സാറേ, നമ്മൾ കഴിഞ്ഞ വർഷത്തത് നമ്മൾ ബുക്ക് സ്റ്റഡിയിലുള്ള ആൾക്കാർ വെച്ച് നമ്മളൊരു ചെയ്തിരുന്നു. പക്ഷെ അതൊരു
അതൊരു 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ആയതാണ്. അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് ശരിയാ. കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് അതിന് മുന്നേ ഒരു ക്ലബ് ഫോർച്യൂൺ പറഞ്ഞൊരു പ്രോഗ്രാം വെച്ചത് 6 മാസക്കാലം ഉണ്ടായിരുന്നു. അത് ശരിക്കും സെപ്പറേറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് അത് 6 മാസക്കാലവും നടത്താൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെ ക്ലബ് ചെയ്തിട്ടല്ല, ഇതൊരു സെപ്പറേറ്റ് പ്രോഗ്രാം തന്നെയായിരിക്കും. ഇത് ബുക്ക് ഷെഡ്യൂളിലുള്ള ആൾക്കാർക്കും ഇല്ലാത്ത ആൾക്കാർക്കും ഒക്കെ പങ്കെടുക്കാം. എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സെപ്പറേറ്റ് പ്രോഗ്രാം ആയിരിക്കും. അതിന് പർട്ടിക്കുലർ ടൈം എങ്ങനെയാണ് നമ്മളെ ടൈം നമ്മള് മിക്കവാറും ദിവസങ്ങളിലും 9 മുതൽ 9:15 വരെ ആയിരിക്കും നമ്മൾ അതിന്റെ സൂമിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഇന്നർ റിഫ്ലക്ഷൻ പ്രാക്ടീസ് ചെയ്യുക. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസത്തിന് മുന്നേ ആയിട്ട്, ആ സമയത്തിന് മുമ്പായിട്ട് നമ്മൾ അതിന്റെ റെക്കോർഡഡ് വോയിസ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആ വോയിസ് കേട്ട് ചെയ്യാം. കാരണം ഇത് ശരിക്കും നമുക്ക് വീഡിയോന്റെ ആവശ്യമില്ല, നമുക്ക് ആ ഓഡിയോ കേട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഓഡിയോ നിർദ്ദേശം ഉണ്ടാവും. അപ്പൊ ഇതിപ്പോ ഈ പറഞ്ഞ പോലെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മൾ ആകെ ലവിങ് കൈൻഡ്നസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യുന്നതേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല, നമ്മൾ അതിന്റെ ഓരോ ആസ്പെക്റ്റിലും പോകും. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു രോഗത്തിന് കാരണമായിട്ട് അത് ഒരു പക്ഷെ നമ്മുടെ ഏതെങ്കിലും സംസാരം ഒരാളെ പരിഹസിച്ച രീതിയിൽ വന്നതാവാം, ഒരാൾക്ക് അവരുടെ അഭിമാനത്തിന് വ്രണം സംഭവിച്ചതാവാം. ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മ തലത്തിൽ അതിന്റെ ഡൈവേഴ്സിൽ പോയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും ഈ ഇൻസ്ട്രക്ഷൻ തരുന്നതിനകത്ത്. സർ, ഇന്ന് ജോയിൻ ചെയ്ത ഈ ആൾക്കാരെല്ലാരും ഓൾറെഡി രജിസ്റ്റേർഡ് അല്ലേ? അല്ല ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് വോയിസ് ഞാനൊരു മെസ്സേജിന് ഇടും. നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവർക്ക് അതിന്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും പുതിയ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയും. സോ ആരും വിചാരിക്കരുത് നിങ്ങൾക്ക് ഇതേപോലെ ഇതിന്റെ വരുന്ന ലിങ്കുകൾ ഉണ്ടാവും എന്നുള്ളത്. സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക തന്നെ വേണം. ക്ലിയർ? നമ്മൾ മറ്റു പ്രോഗ്രാമൊക്കെ നമ്മൾ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് വളരെ സീരിയസ് പ്രോഗ്രാമാണ്. കാരണം ഗ്രാൻഡ് മാസ്റ്റർ ഒരുപാട് വീഡിയോസിൽ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇത് 2 വർഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്യാരണ്ടീഡ് ആണ്, നിങ്ങളുടെ വിജയം ഗ്യാരണ്ടീഡ് ആണെന്ന് പറയുന്ന ഒരു പ്രാക്ടീസാണ് ഇന്നർ റിഫ്ലക്ഷൻ ആൻഡ് ഫേം റെസൊല്യൂഷൻ. സോ അതിനുള്ളൊരു ഫീ സ്ട്രക്ചർ എങ്ങനെയാണ്, മന്ത്ലി ആണോ? ഓക്കെ. സോ നിങ്ങൾ അതിന് ഫീ സ്ട്രക്ചർ എന്താണ്, ഫ്രീ ആണോ, ഫ്രീ ആണോ, ഫീ ഉണ്ടോ, അതിന്റെ സംഗതി എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ഇൻഡിവിജ്വലി ഇൻഫോം ചെയ്യിക്കും. ഓക്കെ, ഇൻഡിവിജ്വലി പറയും. നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻ ഉണ്ടാവും. ഏറ്റവും മിനിമം നമ്മൾ ഇതിന് തയ്യാറായിട്ട് നമ്മളെ ഭാഗത്തു നിന്ന് എടുക്കേണ്ട ഒരു മിനിമം എഫേർട്ട് അത് കോണ്ടാക്ട് ചെയ്ത് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള അത്രയെങ്കിലും എഫേർട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ ജസ്റ്റ് നമ്മളിത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് ആൾക്കാർ ചെയ്യുമ്പോൾ അതിനൊരു സീരിയസ്നെസ് ഉണ്ടാവില്ല. ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. കാരണം നമ്മൾ കണ്ടു എന്തുകൊണ്ട് ഇത് ഇത്രയും സീരിയസ് ആണെന്നുള്ളതിന്റെ കാരണം നമ്മൾ കണ്ടു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അതിജീവിക്കണമെങ്കിൽ ഈ സദ്ഗുണങ്ങൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് മാസ്റ്റർ ചെയ്ത് തന്നെ അത് സാധിക്കുള്ളൂ. അപ്പൊ അതിനുള്ളൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികൾ ഉണ്ടാവില്ല. ചിലരുടെ കല്യാണം വൈകുന്നതിന് കാരണം. ഓക്കെ, സോ ഇത് ഞാൻ നിങ്ങൾക്കുള്ള 100 പ്രശ്നങ്ങൾക്കുള്ള കാരണം പറയാനുള്ള സെഷൻ അല്ല അത്. നിങ്ങൾ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു സെഷൻ വെക്കാം. അതും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോന്നിന്റെയും കാരണം എന്താണെന്ന് അറിയാനുള്ള സെഷൻ വേണമെങ്കിൽ വെക്കാം. ഞാൻ വെച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കാരണങ്ങൾ പറഞ്ഞാലും അത് ഈ 5 സദ്ഗുണങ്ങളുമായിട്ട് കണക്റ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മറ്റത് എന്താണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ നിങ്ങളൊരു സെഷൻ വെച്ചാൽ ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞുതരാം ഓരോന്നിന്റെയും കാരണം എന്താണെന്നുള്ളത്. രണ്ടാമത് അതൊരു ഫ്രീ സെഷനും ആയിരിക്കില്ല. സോ മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും
ഈ പ്രാക്ടീസായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ആത്മ നമസ്തേ, ഗുഡ് നൈറ്റ്. നിങ്ങളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും ഓരോന്നും. നമസ്തേ. Thank you, sir. Atma. Namaste. നമസ്തേ.